ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 4th സ്റ്റാൻഡേർഡിലെ EVSൻ്റെ 3rd ചാപ്റ്ററാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നോക്കാം, നമുക്ക് 3rd ചാപ്റ്റർ എന്താണ്? വിംഗഡ് ബഡീസ്, ചിറകുള്ള കൂട്ടുകാർ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ എന്തോരം കിളികളെ നമുക്ക് കാണാൻ പറ്റുന്നു നോക്ക്. എന്തെല്ലാം ബേർഡ്സുകളുണ്ട്. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇത് വായിക്കാൻ പ്രയാസമായതുകൊണ്ടാണ് അത് ഇത്തിരി വലുതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The teacher started the class that day by playing a bird song. Kudru, kudru, kudru. Have you heard this bird song? The teacher asked. അപ്പോൾ ഒരു പക്ഷിയുടെ പാട്ട് കേൾപ്പിച്ചുകൊണ്ടാണ് അന്ന് ടീച്ചർ ക്ലാസ് തുടങ്ങിയത്. എന്തായിരുന്നു സൗണ്ട്? കുഡ്രു കുഡ്രു കുഡ്രു. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടീച്ചർ ചോദിച്ചു. Can you identify this singing bird? Has anyone seen it? The class was silent. അപ്പോൾ ഏതാണ് ഈ പാട്ട് പാടുന്ന പക്ഷി? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ക്ലാസ്സിലാകെ നിശബ്ദത. ഇറ്റ്സ് നെയിം ഈസ് ആണ് ചിന്ന കുട്രുവാൻ എന്ന് പറയും. അയാൻ സെഡ്. അപ്പോൾ അയാൻ എന്താണ് പറഞ്ഞ? ചിന്ന കുട്ടുറുവാൻ എന്നാണ് അതിൻ്റെ പേരെന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ സിംഗിങ് ബേർഡ്? ഈ പക്ഷിയുടെ കളർ എന്താണ്? നിറം എന്താണ്? ഇറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ ടീച്ചർ. ആര് പറഞ്ഞു? സൈറ പറഞ്ഞു ഇറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ, ഗ്രീൻ കളറാണെന്ന്. ദിസ് ബേർഡ് ഈസ് ആൾസോ കാൾഡ് പച്ചിലക്കുടുക്ക. Could be the reason for calling it like that, the teacher continued. അപ്പോൾ ഈ പക്ഷിയെ എന്തോന്ന് പറയും? പച്ചില കുടുക്ക എന്നും വിളിക്കും. അങ്ങനെ വിളിക്കാൻ കാരണം എന്തായിരിക്കും? ടീച്ചർ തുടർന്നു. അത് പച്ചില കളർ, ആ പച്ച നിറം ആയതുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം. നോക്കൂ, there are many types of birds. നമുക്കറിയാം പലതരത്തിലുള്ള പക്ഷികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷികൾ തന്നെ പലതരം ഉണ്ട്. അത് നമ്മൾ ഏകദേശം പലതരത്തിലുള്ള പക്ഷികളെ കണ്ടിട്ടുണ്ട്. വിച്ച് ആർ ദ ബേർഡ്സ് പ്രസന്റ് ഇൻ യുവർ ഏരിയ? ഏതെല്ലാം പക്ഷികളാണ് നിങ്ങളുടെ പ്രദേശത്തുള്ളത്? ഹൗ മെനി ഓഫ് ദം ആർ ഫെമിലിയർ ടു യു ആൻഡ് നെയിം നോൺ ടു യു? റൈറ്റ് ദം ഇൻ എൻവയോൺമെന്റ് സയൻസ് ഡയറി. അതായത് പലതരത്തിലുള്ള പക്ഷികൾ, നമ്മുടെ വീടിൻ്റെ ചുറ്റും നോക്കിയാൽ തന്നെ പലതരത്തിലുള്ള പക്ഷികൾ കാണാം. കുറേയൊക്കെ നമുക്ക് അതിൻ്റെ പേരറിയാമായിരിക്കും, ചിലതിനൊന്നും പേര് നമുക്ക് അറിയാൻ പാടില്ലായിരിക്കും. അപ്പോൾ നമുക്കറിയാവുന്ന പക്ഷികളുടെ പേരുകളാണ് കുറേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ? സ്പാരോ, മൈന, ഹെൻ, വുഡ്പക്കർ, കിങ് ഫിഷർ, ഈഗിൾ, പാരറ്റ്, ക്രോ, ക്രെയിൻ, പീക്കോക്ക്, കോയൽ. ഇതൊക്കെ നമുക്കറിയാവുന്ന ബേർഡ്സിൻ്റെ പേരുകളാണ്. ഓക്കെ, അടുത്ത് നോക്കാം. എന്താണ്? കളർ ആൻഡ് മേക്ക് ദം ബ്യൂട്ടിഫുൾ. ഇവിടെ 4 ബേർഡ്സിൻ്റെ പടം തന്നിട്ടുണ്ട്. അത് കളർ ചെയ്തിട്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ആരാണ്? പാരറ്റ്. നിങ്ങളിതിന് കളർ കൊടുക്കണേ. ആദ്യത്തെ ആരാണ്? പാരറ്റ്. രണ്ടാമത്തെ എന്തോന്നാണ്? കാർഡിനാൽ. മൂന്നാമത്തെ പീക്കോക്ക്, വുഡ്പെക്കർ തത്ത, കാർഡിനാൽ മയിൽ, വുഡ്പെക്കർ മരം കൊത്തി. ഓക്കെ, ഇൻ വാട്ട് വേസ് ഡു ദ ബേർഡ്സ് ഇൻ ദ പിക്ചർ ഡിഫർ? ചിത്രത്തിലെ പക്ഷികൾ ഏതെല്ലാം തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇപ്പം 4 പക്ഷികളെ പടം കൊടുത്തിട്ടുണ്ട്. അവ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? കളർ ഓഫ് ദം ഫെദേഴ്സ്, അവയുടെ തൂവലുകളിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? തൂവലുകളുടെ നിറത്തിൽ വ്യത്യാസമുണ്ട്. പിന്നെ എന്തോന്ന്? ഷേപ്പ് ഓഫ് ദ ബോഡി, ബോഡി ഷേപ്പിൽ വ്യത്യാസമുണ്ട്. ഷേപ്പ് ഓഫ് ദ വിങ്സ്, ചിറകുകളിൽ വ്യത്യാസമുണ്ട്. ഷേപ്പ് ഓഫ് ദ ലെഗ്സ്, അവയുടെ കാലുകൾ നോക്കിയാൽ നമുക്ക് അതിൽ വ്യത്യാസം കാണാൻ പറ്റും. ഷേപ്പ് ഓഫ് ദ ബീക്ക്, ചുണ്ടുകളിൽ നമുക്ക് വ്യത്യാസം കാണാൻ കഴിയും ഇല്ലേ? ഈ പിക്ചർ നോക്കുമ്പോൾ എല്ലാത്തിലും നമുക്ക് ആ ഒരു വ്യത്യസ്തത കാണാൻ കഴിയും. തൂവലുകളുടെ നിറത്തിൽ, ശരീരത്തിൻ്റെ ആകൃതിയിൽ, കാലുകളുടെ ആകൃതിയിൽ, കൊക്കിൻ്റെ ആകൃതിയിൽ, ചിറകിൻ്റെ ഒക്കെ ആകൃതിയിൽ നമുക്ക് ഡിഫറൻസ് കാണാൻ കഴിയും. ഓക്കെ, അടുത്ത ലെറ്റ്സ് ക്ലാസിഫൈ ദം. ഇവയെ നമുക്ക് തരംതിരിക്കാം. എങ്ങനെ? നമ്മുടെ പ്രദേശത്തുള്ള പക്ഷികളുടെ തൂവലുകളെല്ലാം ഒരേ നിറത്തിലുള്ളവയാണോ? ഒരേ നിറത്തിലുള്ളവയാണോ? അല്ല.
ഡു ആൾ ബേർഡ്സ് ഇൻ യുവർ ഏരിയ ഹാവ് ഫെദേഴ്സ് ഓഫ് ദ സെയിം കളർ? സെയിം കളർ അല്ല, ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളതുകൊണ്ട് അല്ലേ. പാരറ്റിൻ്റെ കളറ് നമുക്കറിയാം ഗ്രീൻ ആണെന്ന്, എന്നാൽ ക്രോയുടെ കളറ് ബ്ലാക്ക് ആണ്. Haven't you seen birds with feathers of different colors? Name the birds that have differently colored feathers. Prepare a table. അങ്ങനെ കളേഴ്സ് വ്യത്യാസമുള്ള ആ ഒരു രീതിയിൽ നമുക്ക് ഇവയെ തരംതിരിക്കാന്ന്. ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ദ സെയിം കളർ ഓഫ് ദെയർ ബോഡി എന്ന് വെച്ചാൽ ഒരു ബേർഡ് എടുത്താൽ അതിൻ്റെ ശരീരത്തിലെ എല്ലാ ഫെദേഴ്സ് എല്ലാം ഒരേ കളറിൽ വരുന്നത് ഏതൊക്കെയാണ്? പാരറ്റ്, കോയൽ, ക്രെയിൻ, അതൊക്കെ എല്ലാം ഒരേ കളർ. ക്രെയിൻ എടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ളും വൈറ്റ് ആയിരിക്കും, ക്രോ എടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ളും ബ്ലാക്ക് ആയിരിക്കും. അങ്ങനെ വരുന്നത് ഇത്. ഇവിടെ വരുമ്പോഴത്തേക്കോ ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓൺ ദെയർ ബോഡി, അവയുടെ ശരീരത്തിൽ വ്യത്യസ്തമായ കളർ, തൂവലുകൾ, വ്യത്യസ്തത. ഏതൊക്കെ? കിങ് ഫിഷർ ഒരു ബ്ലൂ കളറ്, ഡാർക്ക് ബ്ലൂ കളറ്, അങ്ങനെയൊക്കെ വരും. മൈന അതുപോലെ ബ്ലാക്കും മഞ്ഞയും കൂടെ ചേർന്ന് വരുന്നതാണ്. ഉഡ്പെക്കറും അതുപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്ത് വരുന്നതാണ്. പീക്കോക്ക് എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഒരേ ശരീരത്തിൽ ഒരേ നിറത്തിലുള്ള തൂവലുള്ളത് ആരൊക്കെയാണ്? കാക്ക, തത്ത, കൊക്ക്, കുയിൽ. പിന്നെ ശരീരത്തിൽ പല നിറത്തിലുള്ള തൂവലുകളുള്ളത് ഏതാണ്? മയിൽ, പൊന്മാൻ, മൈന, മരം കൊത്തിയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പല നിറത്തിലുള്ള തൂവലുകൾ ഉള്ളവയാണ്. ഓക്കെ, അത്രയും ക്ലിയർ ആയോ? നമുക്ക് അടുത്തത് നോക്കാം. വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സ്? പക്ഷികളുടെ പൊതുവായ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ബൈ ഒബ്സർവിങ് അവർ സറൗണ്ടിങ്സ് വി ക്യാൻ ആൾസോ ഫൈൻഡ് ബേർഡ്സ് വിത്ത് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. Observe our surroundings and find out diverse characteristics of birds. Use binoculars to observe birds. അപ്പോൾ പരിസരം നിരീക്ഷിച്ച് വ്യത്യസ്ത പക്ഷികളുടെ സവിശേഷതകൾ കണ്ടെത്താനാണ്. പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ ബൈനോക്കുലർ ലഭ്യമെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് വ്യക്തത കിട്ടും അവയെ നിരീക്ഷിക്കുമ്പോഴത്തേക്ക്. പക്ഷി എന്തായാലും നിരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത് വന്ന് നിൽക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ബൈനോക്കുലറിലാവുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അടുത്തായിട്ട് നിർത്തി നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, സൂം ചെയ്ത് നമുക്കത് കാണാനായിട്ട് പറ്റും. അപ്പോൾ പക്ഷിയെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ബൈനോക്കുലർ കിട്ടുവാണെങ്കിൽ അത് വെച്ച് തന്നെ നിരീക്ഷിക്കണം. ഓക്കെ, അടുത്ത് നോക്ക്. വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സ്? അതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതിലോട്ട് ഉണ്ടായിരുന്നു. വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സ്? എന്തൊക്കെയാണ് നമുക്ക് പറയാം? ബേർഡ്സിന്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ പറയാം? ഫെദേഴ്സിന്റെ, ആൾ ബേർഡ്സ് ഹാവ് ഫെദേഴ്സ്. എല്ലാ ബേർഡ്സിനും ഫെദേഴ്സ് ഉണ്ടാവും, അത് നമുക്കറിയാന്നുള്ള കാര്യമാണ്. ബീക്സ്, ബേർഡ്സ് ഹാവ് ബീക്ക്. ബേർഡ്സിന് ബീക്ക്, ചുണ്ടുണ്ടാകും. പിന്നെ എഗ്സ്, ദേ ലേ എഗ്സ്. മുട്ടയിടുന്നവയായിരിക്കും ബേർഡ്സ്. ലെഗ്സ്, ബേർഡ്സ് വാക്ക് യൂസിങ് 2 legs. 2 legs ആയിരിക്കും. എക്സലൻറ്റ് വിഷൻ, മോസ്റ്റ് ബേർഡ്സ് ഹാവ് ഷാർപ്പ് ഐസൈറ്റ്. ഇപ്പം നമുക്കറിയാൻ പറ്റും ഈ ഈഗിൾ അതൊക്കെ എത്രയോ അകലെ നിന്നാണ്, മുകളിൽ നിന്നാണ് താഴെ നിൽക്കുന്ന കോഴിയെ കുഞ്ഞിനെ ഒക്കെ കാണുന്നത്. അപ്പോൾ അവയുടെ ഷാർപ്പ് ഐസൈറ്റ് ആണത്. പിന്നെന്തോന്നാണ്? സിങ് ഓർ കോൾ, ബേർഡ്സ് കമ്മ്യൂണിക്കേറ്റ് ത്രൂ സോങ്സ് ഓർ കോൾസ്. ബേർഡ്സ് എല്ലാം സൗണ്ട് ഉണ്ടാക്കുന്നവയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കോമൺ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഫെദേഴ്സിൻ്റെ, ബീക്സിൻ്റെ, ലെഗ്സ്, എക്സലൻറ്റ് വിഷൻ, സിങ് ഓർ കോൾ, ഇതൊക്കെയാണ് ഒരു ബേർഡ്സിൻ്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാവുന്നത്. നമ്മളിപ്പം ബേർഡ്സിനെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ നിരീക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലേസ് വെയർ ദ ബേർഡ് ഈസ് സീൻ, പക്ഷിയെ കാണപ്പെടുന്ന സ്ഥലം എവിടെയാണെന്ന്. ടൈം വെൻ ഇറ്റ് വാസ് സീൻ, കണ്ട സമയം. സൈസ്, വലിപ്പം. കളർ, നിറം. നെസ്റ്റ്, അതിൻ്റെ കൂട്. പിന്നെ അതിൻ്റെ സൗണ്ടിനെ കുറിച്ച്, ശബ്ദത്തെക്കുറിച്ച്. സൈസ് ഓഫ് ലെഗ്സ്, ലെങ്ത്, കളർ, നമ്പർ ഓഫ് ടോയ്, കാലുകളുടെ നിറം, വിരലുകളുടെ എണ്ണം, വലിപ്പം, നീളം, ഇതൊക്കെ ഒബ്സർവ് ചെയ്യണം. സൈസ് ആൻഡ് കളർ ഓഫ് ഐസ്, കണ്ണുകളുടെ വലുപ്പവും നിറവും ഒക്കെ. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെദേഴ്സ്, തൂവലുകളുടെ പ്രത്യേകത. സ്റ്റൈൽ ഓഫ് ഫ്ലൈയിങ്, പറക്കുന്ന രീതി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാച്ച് ചെയ്ത് ഒരു ബേർഡിനെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റും.
ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒബ്സർവ് എനി ബേർഡ് ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് ഇറ്റ് ഇൻക്ലൂഡിങ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം നിങ്ങളുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു പക്ഷിയെ നിരീക്ഷിച്ച് അതിൻ്റെ പ്രത്യേകതകൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ചിത്രവും കൂടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഒബ്സർവേഷൻ നോട്ട്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം നോക്ക്. ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആരെയാണ്? തത്തയെക്കുറിച്ചാണ്. നെയിം ഓഫ് ദ ബേർഡ്, ബേർഡിന്റെ നെയിം എഴുതുക. പാരറ്റ്. പ്ലേസ് വെയർ ഇറ്റ് വാസ് സീൻ, എവിടെയാണ് കണ്ട സ്ഥലം എവിടെയാണെന്ന്? ഫീൽഡ് ബൗണ്ട്. ടൈം വെൻ ഇറ്റ് വാസ് സീൻ, എപ്പോഴാണ് കണ്ടതെന്നുള്ളത്? ഈവനിങ്. കളർ, അതിന്റെ കളർ എഴുതുക. ഗ്രീൻ. ഫെദേഴ്സ് ഓഫ് ബീക്ക്, ഷാർപ്പ്, കർവ്ഡ് ആൻഡ് റെഡ് ഇൻ കളർ. പിന്നെന്തോന്നാണ്? ഫീച്ചേഴ്സ് ഓഫ് ദ ലെഗ്സ്, ലെഗ്സിന്റെ പ്രത്യേകത. ലെഗ്സ് യൂസ്ഡ് ടു ക്ലൈംബ് ട്രീസ് ആൻഡ് ഹോൾഡ് ഫുഡ് ഫേംലി. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ടെയിൽ, അവയുടെ വാലിന്റെ പ്രത്യേകത. ലോങ് ട്രയാങ്കുലാർ ടെയിൽ ആണ്. പിന്നെ എന്തോന്നാണ്? അതർ ഫീച്ചേഴ്സ്, മറ്റെന്തൊക്കെ എഴുതാൻ പറ്റും? എ റോസ് റിംഗ് അറൗണ്ട് ദ നെക്ക്, നെക്കിന് ചുറ്റും ഒരു റിംഗ് ഉണ്ടാവും. ലേസ് എഗ് ഇൻ ഹോളോ ഇൻ ട്രീസ്, എവിടെ? മരപ്പൊത്തിലൊക്കെയാണ് അവ മുട്ടയിടുന്നത്. അപ്പൊ ഏത്? തത്തയെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ ഏത് പക്ഷിയെക്കുറിച്ച് വേണമെങ്കിലും എഴുതാം. ഇപ്പൊ ക്രോയെക്കുറിച്ച്, കാക്കയെക്കുറിച്ചാണെങ്കിൽ അങ്ങനെ എഴുതാം. അതിന്റെ പേര് എഴുതുക, അത് എവിടെയാണ് കണ്ടതെന്ന്. നമ്മൾ വീടിന്റെ അടുത്ത് എപ്പോഴും കാണുന്നതാണ് കാക്ക എന്ന് പറയുന്നത്. എപ്പോഴാണ് കണ്ടതെന്നുള്ളത്, പിന്നെ അതിന്റെ നിറം, പിന്നെ ചുണ്ടിന്റെ സവിശേഷത, കാലുകളുടെ പ്രത്യേകത, പിന്നെ വാലിന്റെ സവിശേഷത, മറ്റു സവിശേഷതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഇതുപോലെ ഒരു നിരീക്ഷണക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും പക്ഷികളെ കുറിച്ചിട്ട്. ഓക്കെ, അത് തനിയെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അല്ലേ? അടുത്ത് നോക്കൂ, ഇത് നിങ്ങളുടെ ടെസ്റ്റ് തന്നിട്ടുള്ളത് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ ലാർജസ്റ്റ് ബേർഡ്, നമുക്കറിയാം ലാർജസ്റ്റ് ബേർഡ് ഏതാണ്? ഓസ്ട്രിച്ച്, ഒട്ടക പക്ഷിയാണ് അല്ലേ? ദ ബേർഡ് ദാറ്റ് ഫ്ലൈസ് ബാക്ക്വേർഡ്, പുറകോട്ട് നടക്കുന്ന പക്ഷി ഏതാണ്? ഹമ്മിങ് ബേർഡ്. ഹമ്മിങ് ബേർഡ് ആണ് പുറകോട്ട് നടക്കുന്ന പക്ഷി. ദ ഹയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ്, ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഏതാണ്? റെപ്പിൾസ്, ഗ്രിഫൺ, വൾച്ചർ. പിന്നെന്താണ്? ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ഫ്ലൈ, പറക്കാത്ത പക്ഷികൾ ഏതൊക്കെയാണ്? പെൻഗിൻ, ഓസ്ട്രിച്ച്, എമു, കിവി. ഇതൊക്കെ പറക്കാത്ത പക്ഷികൾ. ദ സ്മാളസ്റ്റ് ബേർഡ്, ഏറ്റവും ചെറിയ പക്ഷി ഏതാണ്? ഹമ്മിങ് ബേർഡ്. ബി ഹമ്മിങ് ബേർഡ് ആണ് ഏറ്റവും ചെറിയ പക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കണേ, എല്ലാം പഠിക്കണം, ഇതൊക്കെ പഠിക്കാനുള്ളതാണ്. അടുത്ത് നോക്കാം. ഫുഡ് ഓഫ് ആൾ കൈൻഡ്സ്, ആഹാരം പലവിധം. നമ്മളിപ്പോൾ ഒരു പക്ഷിയെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പക്ഷി കഴിക്കുന്ന ഭക്ഷണം ആയിരിക്കില്ല മറ്റൊരു പക്ഷി കഴിക്കുന്നത്. അപ്പോൾ അവയുടെ ഫുഡിൽ പല വ്യത്യാസങ്ങളും ഉണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആരാണ്? ഐ ടു ഗോട്ട് ബിഗ് ഫിഷ്. ആദ്യം പറയാണ് ദീസ് ഗ്രെയിൻസ് ആർ മൈ ഫുഡ്. ആര് പറയാണ്? പാരറ്റ് പറയാണ് ദീസ് ഗ്രെയിൻസ് ആർ, ഈ ഗ്രെയിൻസ് എല്ലാം, ധാന്യങ്ങളെല്ലാം എൻ്റെ ഭക്ഷണത്തിനുള്ളതാണ്. എൻ്റെ ഭക്ഷണം ഈ നെൽമണികളാണ്. ആര് പറയണ? പാരറ്റ് പറയണ. അപ്പോൾ ആര് പറയാണ്? കിങ് ഫിഷർ എന്താണ് പറയുക? ഐ ടു ഗോട്ട് ബിഗ് ഫിഷ്, എനിക്കും കിട്ടി മുഴുത്ത മീനുകൾ. അത് കഴിഞ്ഞ് അടുത്താരാണ്? ടുഡേസ് മീൽ ഈസ് ഗ്രേറ്റ്, ഇന്നത്തെ ഭക്ഷണം കുശാൽ. കണ്ട, ഓരോന്നും ഓരോ രീതിയിലുള്ളതല്ലേ ഭക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരുടെയും ഫുഡ്. ഇതിപ്പോ ധാന്യങ്ങള്, ഇതിപ്പോ ചെറിയൊരു ഫിഷ്, വ്യത്യസ്തമായ ആഹാരമാണ് ഓരോ പക്ഷികൾ ഉപയോഗിക്കുന്നത്. അടുത്തതാ നമുക്ക് കൊടുത്തിട്ടുണ്ട്, ഡു ആൾ ബേർഡ്സ് ഈറ്റ് ദ സെയിം ഫുഡ്? എല്ലാ പക്ഷികളുടെ ആഹാരം ഒരുപോലെയാണോ? നോ. ആണോ? അല്ല. അപ്പൊ നമുക്കിവിടെ എന്താ പറയാ? നോ. ബേർഡ്സും പിന്നെ ഇനി അവയുടെ ഫുഡുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പാരറ്റ് എന്തൊക്കെ? ധാന്യങ്ങൾ, സീഡ്സ്, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും. ധാന്യങ്ങൾ, വിത്ത്, പഴങ്ങൾ ഒക്കെ ആര് കഴിക്കും? തത്ത കഴിക്കും. കിങ് ഫിഷർ എന്തോന്നാണ്? ഫിഷ്, സ്മാൾ ഇൻസെക്റ്റ്, മത്സ്യവും ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ പിടിച്ച് കഴിക്കും. കൈറ്റ്, പരുന്ത് എന്തോന്നാണ്? ഫിഷ്, മീറ്റ്, സ്മാൾ മമ്മൽസ്, ബേർഡ്സ്, അതുപോലെയുള്ള കുഞ്ഞു ജീവികളെയൊക്കെ, ഫിഷ്, മീറ്റ്, പിന്നെ എന്തോന്ന്? കോഴിക്കുഞ്ഞ്, ബേർഡ്സിന്റെ കുഞ്ഞ്, അങ്ങനെയൊക്കെ ഉള്ളതിനെയൊക്കെ ആര്? പരുന്ത് കഴിക്കും. പീജിയൻ എന്തോന്നാണ്? സീറൽസ് ആണ്, ധാന്യങ്ങളാണ് കഴിക്കുന്നത്.
പിന്നെ കുയിൽ എന്തോന്നാണ് കഴിക്കുന്നത്? ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നത്. സൺബേർഡ് എന്തോന്നാണ്? നെക്ടാർ, സ്മാൾ ഇൻസെക്ട്സ്, വോംസ്. ചെറിയ പുഴുക്കളെയും തേനും അങ്ങനെയുള്ള ചെറിയ ഇൻസെക്ട്സിനെയൊക്കെയാണ് ആര് സൺബേർഡ് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓരോ ബേർഡ്സും വ്യത്യസ്തതരമായിട്ടുള്ള ഫുഡുകളാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അടുത്ത് നോക്കൂ. We hunt for prey in places where there is water. ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങളിലാണ് ഞങ്ങൾ ഇര തേടുന്നത്. ആര്? ഈ ഡക്സ്. അടുത്ത ആരാണ് പറയുന്നത്? ഐ ലൈക്ക് ടു ചേസ് ആൻഡ് ക്യാച്ച് ദ പ്രേ. ആര്? പരുന്ത് പറയാണ് ഇരയെ റാഞ്ചി പിടിക്കാനാണ് എനിക്ക് ഇഷ്ടം. അടുത്ത് ഐ ആം ഓൺ എമംഗ് ദ ഫ്രൂട്ട് ഈറ്റേഴ്സ്. ഞാൻ ഫ്രൂട്ട് മാത്രം പഴങ്ങൾ തിന്നുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ. ഈ കിളി പറയുന്നതാണ്. അടുത്തതായി ഇത് പറയുന്നത് എന്താണ്? ഐ ലൈക്ക് ടു പെക്ക് ആൻഡ് ഈറ്റ് ഗ്രാസ് സീഡ്സ് ആൻഡ് ഗ്രെയിൻസ്. പുൽവിത്തുകളും ധാന്യമണികളും കൊത്തി തിന്നുന്നതാണ് എനിക്കിഷ്ടം. കണ്ടോ? അപ്പോൾ ഓരോ സ്ഥലത്ത് നിന്നാണ് ആഹാരം സ്വീകരിക്കുന്നത്. അപ്പൊ ഇതിപ്പം വെള്ളത്തിൽ നിന്ന് ഡക്ക്, അരയന്ന അതുപോലെയുള്ളതൊക്കെ വെള്ളത്തിൽ നിന്നാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇത് ഈ ഒരു ഫ്രൂട്ട്സ് ആണ്, ഇത് ഗ്രെയിൻസ് ആണ്, അത് പുൽത്തകിടിയിൽ നിന്നും ഒക്കെ ഉള്ളതാണ് സ്വീകരിക്കുന്നത്. ഓക്കെ, അടുത്ത അങ്ങനെയെങ്കിൽ വാട്ട് ഫുഡ് ഡസ് ഈച്ച് ബേർഡ് ഈറ്റ്? ഫൈൻഡ് ദം ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് മോർ ബേർഡ്സ് ഇൻ ദ നെസ്റ്റ്. ഓരോ നെസ്റ്റില്, അതായത് ഫ്രൂട്ട്സ് ഈറ്റിംഗ് ബേർഡ്സ്, ഓരോ തരത്തിൽ ഏതെല്ലാം ഭക്ഷണങ്ങളാണോ ഓരോ പക്ഷിയും ഭക്ഷിക്കാറുള്ളത് അതൊന്ന് തിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രൂട്ട്സ് ഈറ്റിംഗ് ബേർഡ്സ് ഏതൊക്കെയാണ്? പാരറ്റ്, കുട്ടുറുവാൻ, സ്പാരോ, കോയൽ, ബുൾബുൾ. ഇതൊക്കെ ഫ്രൂട്ട് കഴിക്കുന്ന വർഗത്തിൽപ്പെടുന്നതാണ്. നെക്ടാർ സക്കേഴ്സ്, തേൻ നുകരുന്നവരാരൊക്കെയാണ്? സൺബേർഡ്, ഹമ്മിങ് ബേർഡ്, ഇന്ത്യൻ ഗോൾഡൻ ഒറിയോൾ. ഇതൊക്കെ തേൻ കുടിക്കുന്ന പക്ഷികളാണ്. അടുത്ത് ഇൻസെക്ടിവേറസ് ബേർഡ്സ്, കുഞ്ഞു പ്രാണികളെ തിന്നുന്നത് ആരൊക്കെയാണ്? മൈന, ഉഡ്പെക്കർ, ബബ്ലർ, ട്രീപ്പൈ. ഇതൊക്കെ എന്തോന്നാണ്? ചെറിയ പ്രാണികളെ തിന്നുന്നത്. സിറൽ സീറ്റേഴ്സ് ഏതാണ്? പാരറ്റ്, മൈന, പീജിയൻ, സ്പാരോ, ലവ് ബേർഡ്സ്, ധാന്യങ്ങൾ. അടുത്ത് ഫ്ലഷ് ഈറ്റേഴ്സ് ഏതൊക്കെയാണ്? മാംസം കഴിക്കുന്നവ. ഈഗിൾ, വൾച്ചർ, ബ്ലാക്ക് ഡൊറങ്കോ. ഇതൊക്കെ എന്താ? മാംസം ഭക്ഷിക്കുന്നവയാണ്. അടുത്ത് ഫിഷ് ഈറ്റേഴ്സ്, മീൻ ഭക്ഷിക്കുന്നവ ഏതൊക്കെയാണ്? ക്രെയിൻ, ലെസർ വിസ്ലിംഗ് ഡക്ക്, സീഗൾ, കിങ് ഫിഷർ. ഇതൊക്കെ മീൻ ഭക്ഷിക്കുന്ന വർഗത്തിൽപ്പെട്ട പക്ഷികളാണ്. അപ്പോൾ മനസ്സിലായ? ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ് ഉണ്ട്, നെക്ടാർ സക്കേഴ്സ് ഉണ്ട്, ഇൻസെക്ടിവേറിയസ് ബേർഡ്സ് ഉണ്ട്, സെറൽ ഈറ്റേഴ്സ് ഉണ്ട്, ഫ്ലഷ് ഈറ്റേഴ്സ് ഉണ്ട്, ഫിഷ് ഈറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേരുകൾ പഠിക്കണം. അടുത്തത് അവിടെ മാച്ച് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുകയാണ്. ഐഡന്റിഫൈ ആൻഡ് ജോയിൻ ദ ലെഗ്സ് ഓഫ് ബേർഡ്സ് ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് ബീക്ക്. ബീക്കിന്റെ പ്രത്യേകത അനുസരിച്ച് ഇവയെ നമുക്ക് തിരിക്കാം, അവയുടെ കാലുകളുമായിട്ട് യോജിപ്പിക്കാനാണ്. ആദ്യത്തെ ആരാണ്? ഡക്ക്. ഇതാണ് ആദ്യത്തേത് വരണത്. രണ്ടാമത്തേത് ആരാണ്? കിങ് ഫിഷറിന്റെ. മൂന്നാമത്തെ ആരാണ്? ചർ. നാലാമത്തത് ക്രെയിൻ. അഞ്ചാമത്തത് വുഡ്പെക്കർ. ഓക്കെ, അത് കറക്റ്റ് ചെയ്യാനാണ്, യോജിപ്പിക്കാനാണ്. അടുത്ത് നോക്കിയോ, ബേർഡ്സ് ആൻഡ് ദെയർ ഹാബിറ്ററ്റ്സ്. വി സീ ബേർഡ്സ്. പക്ഷികളും വാസസ്ഥലങ്ങളും. പക്ഷികളെ നമുക്ക് എവിടെയെല്ലാം കാണാനാകും? എവിടെയൊക്കെ കാണാൻ പറ്റും നമുക്ക്? നിയർ ദ പോണ്ട്, കുളത്തിന്റെ കര അടുത്തായിട്ട്. ഫീൽഡ് ആൻഡ് ഫാംസ്, വയലുകൾ ഒക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത് നിന്ന് കാണാൻ പറ്റും. ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ, മരച്ചില്ലകളിൽ കാണാൻ പറ്റും. ഗാർഡൻസ് ആൻഡ് പാർക്കിലോ ഗാർഡനിലോ അതിലൊക്കെ തേൻ കുടിക്കാൻ വരുന്നത്. പിന്നെ പോണ്ടിലൊക്കെ ആണെങ്കിൽ എന്തോന്നാണ്? മീൻ ഭക്ഷിക്കാൻ വരുന്നത്. ഫീൽഡിലൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ തിന്നാൻ വേണ്ടി വരുന്നത്. ട്രീയിലാണെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാൻ വരുന്നത്. ഓൺ ദ ഹോൾസിൽ അതുപോലെ ചെറിയ ഇൻസെക്ട്സില് ഒക്കെ തിന്നാൻ വേണ്ടിയിട്ട്. സീ ഷോറിലെ വെറ്റ്ലാൻഡ്സ് ആൻഡ് ലേക്സ്,
തടാകങ്ങളിലും അതുപോലെ തന്നെ നനഞ്ഞ പ്രദേശങ്ങളിലും നിയർ ഹോംസ്, ഹോമിനടുത്തായിട്ട് നമ്മളെ വീടിന് ചുറ്റും എപ്പോഴും കാക്കകൾ കാണില്ലേ, അത് ഇവിടെ കിടക്കുന്ന എച്ചിലുകൾ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് അവയ്ക്ക് ഫുഡ് എവിടെയാണോ കിട്ടുന്നത് അതുമായി ബന്ധപ്പെട്ട സ്ഥലത്തായിരിക്കും അത് കൂടുതലായിട്ട് കാണുന്നത്. ഫോറസ്റ്റ് ആൻഡ് ഹിൽസ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും എന്തോന്ന് ഈ പക്ഷികൾ കൂടുതലായിട്ട് കാണുന്നതും അവയുടെ വാസസ്ഥലമൊക്കെ. അടുത്ത് ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾ ഏതെല്ലാം? ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾ ഏതൊക്കെയാണ്? ഡക്ക്, ക്രെയിൻ, കിങ് ഫിഷർ, ലെസർ വിസ്ലിംഗ് ഡക്ക്, കോർമോറന്റ്, സ്വാൻ, സ്നേക്ക് ബേർഡ്, വൈറ്റ് ബ്രേസ്റ്റഡ് വാട്ടർ ഹെൻ, ഇതൊക്കെ വെള്ളമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ബേർഡ്സ് ആണ്. ഇനി അടുത്തെന്തോ പറഞ്ഞിട്ടുണ്ട്? അവയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ് സവിശേഷതകൾ? അത് നമുക്കിതിൽ തന്നെ തന്നിട്ടുണ്ട്. നോട്ട് ആൾ ബേർഡ്സ് ഹാവ് ദ സെയിം ബോഡി സ്ട്രക്ചർ. എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയല്ല. സം ഹാവ് ലോങ് പോയിന്റഡ് ബീക്സ് ആൻഡ് ലോങ് ലെഗ്സ്. ചിലവയ്ക്ക് എന്തോന്നാണ് നീണ്ടു കൂർത്ത കൊക്കുകളും നീണ്ട കാലുകളും ഉണ്ട്. കളക്ഷൻ ഓഫ് ഫുഡ് ആൻഡ് മൂവ്മെന്റ്സ് ആർ റിലേറ്റഡ് ടു ദ ബോഡി സ്ട്രക്ചർ ഓഫ് ബേർഡ്സ്. ആഹാര സമ്പാദന രീതിയും സഞ്ചാര രീതിയും പക്ഷികളുടെ ശരീരഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെന്താണ്? ബേർഡ്സ് ദാറ്റ് ഹണ്ട് ഫോർ പ്രേ ഇൻ വാട്ടർ റിച്ച് ഏരിയാസ് ഹാവ് ഓയിലി ഫെദേഴ്സ്. ജലമുള്ള സ്ഥലങ്ങളിൽ ഇരതേടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകളായിരിക്കും ഉണ്ടാവുക. ഇതൊക്കെയാണ് പക്ഷികളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഓക്കെ. Not all birds have the same body structure. Some have long pointed beaks and long legs. Collection of food and movements are related to the body structure of birds. Birds that hunt for prey in water-rich areas have oily feathers. Okay, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നോക്കാം. Nocturnal birds, നിശാസഞ്ചാരികൾ. Owls sleep during the day and hunt for prey at night. എന്തോന്നാണ്? ഔൾ പകൽ ഉറങ്ങിയിട്ട് രാത്രിയാണ് അത് ഇരതേടി പോകുന്നത്. They have a feathered coat that is suitable for hunting at night and does not make a sound while flying. രാത്രി ഇരതേടാൻ ഉതകുന്നതും പറക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാത്തതുമായ തൂവൽ കുപ്പായമാണ് ഇവയ്ക്കുള്ളത്. അപ്പോൾ രാത്രി പറക്കാൻ സഹായിക്കുന്നത് അതാണ് സൗണ്ട് കേൾക്കാത്ത തരത്തിലുള്ള തൂവലുകളാണ് ആർക്കുള്ളത്? ഔളിനുള്ളത്. പിന്നെന്തോന്നാണ്? ദ ഫോറസ്റ്റ് ഔൾ ക്യാച്ചസ് സ്മാൾ ക്രീച്ചേഴ്സ്. ചെറു ജീവികളെ പിടികൂടുന്ന കാട്ടുമൂങ്ങ. ദ ബോൺ ഓൾ സിൽവർ ഓൾ ഈറ്റ്സ് മൈസ് ആൻഡ് ബാൻഡിക്കൂട്ട്സ്. പിന്നെന്തോന്നാണ്? എലികളെയും പെരുച്ചാഴികളെയും തിന്നുന്ന വെള്ളിമൂങ്ങ. ബാൻഡിക്കൂട്ട്സ് സിൽവർ ഓൾ ആണ്. ദ ഫിഷ് ഓൾ ഹൺസ് ഫിഷ് ആൻഡ് എന്തോന്നാണ്? പിന്നെ മീനുകളെ വേട്ടയാടുന്ന മീൻ കൂമന്മാർ. പിന്നെന്തോന്നാണ്? ദ നൈറ്റ് ജാർ ഈറ്റ്സ് ഫീൽഡ് മൈസ്. ചുണ്ടലിയെ ഭക്ഷിക്കുന്ന നത്തുകൾ. ഇവയൊക്കെ രാത്രി സഞ്ചാരികളാണ്. ആൾ ഓഫ് ദീസ് ആർ നൊക്ടോണൽ ബേർഡ്സ്. നൊക്ടോണൽ ബേർഡ്സ് എന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചരിക്കുന്ന ബേർഡ്സുകൾ. അത് ഈ ഔളിൽ തന്നെ വരുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? സിൽവർ ഓൾ, ഫോറസ്റ്റ് ഓൾ, പിന്നെന്തോന്നാണ്? ഫിഷ് ഓൾ, നൈറ്റ്. ഇതൊക്കെ രാത്രിയിൽ സഞ്ചരിക്കുന്ന ഔൾസുകളാണ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. നോക്കിയോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പലതരം ബേർഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അതിൻ്റെ ആദ്യം നമ്മൾ ചുറ്റുവട്ടത്തുള്ള പക്ഷികൾ, നിങ്ങൾക്കറിയാവുന്ന പക്ഷികളുടെ പേരുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട് എന്തോന്നാണ്? വാട്ട് ഇൻ വാട്ട് വേസ് ഡു ദ ബേർഡ്സ് ഇൻ ഡിഫർ. പക്ഷികൾ ഏതെല്ലാം തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അത് എന്തൊക്കെയാണ്? കളർ ഓഫ് ദ ഫെദേഴ്സ്, ഷേപ്പ് ഓഫ് ദ ബോഡി, ഷേപ്പ് ഓഫ് ദ വിങ്സ്, ഷേപ്പ് ഓഫ് ദ ലെഗ്സ്, ഷേപ്പ് ഓഫ് ദ ബീക്സ്.
അത് കഴിഞ്ഞ് അടുത്തത് എന്തുവാണ്? പക്ഷികളെ തരംതിരിച്ചിരിക്കുന്നത്. ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ദ സെയിം കളർ ആൻഡ് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ദ ബോഡി. ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ദെയർ ബോഡി. ഒരു ശരീരത്തിൽ ഒരേ നിറമുള്ള തൂവലുള്ളതും വ്യത്യസ്ത നിറത്തിലുള്ള തൂവലുള്ളതുമായ പക്ഷികളെ തിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സ്? ബേർഡ്സിന്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് അത് പഠിക്കണം. ഫെദേഴ്സിൽ വരുന്നുള്ള വ്യത്യാസം, ബീക്സിൽ, എക്സിൽ, ലെഗ്സിലൊക്കെ ഉള്ള വ്യത്യാസം, എക്സലന്റ് ഇൻ വിഷൻ, പിന്നെ എന്തോന്നാണ് അവ സൗണ്ട് ഉണ്ടാക്കുന്ന പ്രത്യേകതയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞടുത്ത് ഏതെങ്കിലും ഒരു പക്ഷിയെ നിരീക്ഷിച്ചിട്ട് അതിൻ്റെ ഒബ്സർവേഷൻ നോട്ട് തയ്യാറാക്കാൻ, നിരീക്ഷണക്കുറിപ്പ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതാ ഇവിടെ തന്നിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ലാർജസ്റ്റ് ബേർഡ് ഏതാണെന്ന്. ദ ബേർഡ് ദാറ്റ് ഫ്ലൈസ് ബാക്ക്വേർഡ്, പുറകോട്ട് നടക്കുന്ന ബേർഡ്. ദ ഹയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ്. ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ഫ്ലൈ. ദ സ്മാളസ്റ്റ് ബേർഡ്. അതെല്ലാം ആൻസർ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ പഠിക്കണം. പിന്നെന്താണ്, പിന്നെ ഓരോ ബേർഡ്സിന് അവയുടെ ഫുഡ്, പക്ഷികളുടെ ആഹാരം, ഓരോ പക്ഷികളും കഴിക്കുന്ന ഫുഡ്, അതിനെക്കുറിച്ചുള്ളത് അതും പഠിക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്തെന്തോന്നാണ്, ഇനി ആ ബേർഡ്സിനെ അവയുടെ ഫുഡിനെ തന്നെ തരംതിരിച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഈറ്റിംഗ് ബേർഡ്സ് ഏതൊക്കെയാണെന്ന്. നെക്ടാർ സക്കേഴ്സ്, അതിൽ ഓരോന്ന്. സിറൽസ് ഈറ്റേഴ്സ്, ഫ്ലഷ് ഈറ്റേഴ്സ്, ഫിഷ് ഈറ്റേഴ്സ്, അവ ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ ഇത് മാച്ച് ചെയ്യാനുള്ളത്. വേർ ക്യാൻ വി സീ ബേർഡ്സ്? ബേർഡ്സിനെ നമുക്ക് എവിടെയെല്ലാം കാണാൻ പറ്റുമെന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. പിന്നെ എന്തോന്ന്, നെയിം ദ ബേർഡ്സ് സീൻ ഇൻ വാട്ടർ റിച്ച് പ്ലേസസ്. വെള്ളം കൂടുതൽ ഉള്ള സ്ഥലത്ത് കാണുന്ന ബേർഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ എന്തോന്നാണ്, ഇത് വന്നിട്ട് ഫീച്ചേഴ്സ്, ബേർഡ്സിൻ്റെ പ്രത്യേകതകൾ, അത്. പിന്നെ ഏതൊക്കെ നിശാസഞ്ചാരികൾ, അത് എല്ലാം ഔളിൽ വരുന്നതാണ്. അവ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.